വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇമ്പ്രാൻ്റെ ഇൻട്രോ പറയണമെന്നിട്ട് പറഞ്ഞത്. ഇമ്പ്രൂ പല്ലൊന്നും തയ്ച്ചിട്ടില്ല. രാവിലെ തന്നെ ശിശുദിനായിട്ട് നേരത്തെ എണീറ്റിട്ടിരിക്കണേ. ഇതേ ഒരാൾ വരുന്നുണ്ട്. അയറുമ്പോൾ രാവിലെ തന്നെ എണീറ്റാണ് കേട്ടോ. ഇമ്പ്രൂ എണീക്കുമ്പോൾ അയറു എണീറ്റ് വാപ്പീൻ്റെ ഒപ്പം ഒരു കറക്കമുള്ളതാണ് രാവിലെ. വാപ്പിയോടെ ഉള്ള ടൈമിങ്ങിൽ അതേ ആ പോക്കൊക്കെ കഴിഞ്ഞ് വന്നിരിക്കണേണ് വിഷമിച്ച്. ഇമ്പ്രൂ അപ്പോഴേക്കും പോയി. ഇമ്പ്രൂ പല്ലേക്കാൻ പേസ്റ്റും ബ്രഷൊക്കെ ആയിട്ട് ഇമ്പ്രൂ വന്ന് കുറച്ച് നേരം ഞങ്ങൾ അടുത്ത് നിന്ന്. പക്ഷേ അവൻ ഞങ്ങൾ പുറത്തേക്ക് വന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് അവനെ കുളിപ്പിച്ച് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കണേണ്ട. അപ്പോൾ അയറു വലിയ കാര്യമായിട്ടൊന്നും കഴിക്കില്ല. ഇച്ചിരി എന്തെങ്കിലുമൊക്കെ അവനക്ക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ തുപ്പിക്കളയും. അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാനെത്തി. രണ്ടുപേരും ഒരുമിച്ച് അവൻ കഴിക്കണ കാണുമ്പോൾ ഒരു തോന്നലാണ് ഞാൻ വാരി കൊടുക്കണ കാണുമ്പോൾ ആ ഒരു ഇത്. പിന്നെ ഇമ്പ്രൂവിന് ശിശുദിനായിട്ട് വെള്ള ജുബ്ബയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തേച്ചിട്ടിട്ടുണ്ട്. അയറു എപ്പോൾ വേണമെങ്കിലും അമ്മ കയറിയിരിക്കാം. അതുകൊണ്ട് ഇമ്പ്രൂവിനെ വേഗം ഇട്ടുകൊടുക്കാമെന്നൊക്കെ ഓർത്തത്. പിന്നെ ഓർത്ത് അവൻ ചുളുക്കി കൂടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആദ്യം റെഡിയായി. പിന്നെ അയറുവിനെ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇമ്പ്രൂട്ടനെ റെഡിയാക്കിയത്. അപ്പോൾ അയറുവിനെ കുടിപ്പിട്ടൊക്കെ കൊടുത്തപ്പോഴേക്കും ഇമ്പ്രൂവിന് ജുബ്ബ ചുളുങ്ങാണ്ട് മീൻസ് ചുളുങ്ങും കുറച്ച് കഴിയുമ്പോൾ. എന്നാലും ആദ്യമേ തന്നെ ചുളുങ്ങണ്ടല്ല എന്നോർത്ത് നീറ്റാക്കി കിട്ടണം. അപ്പോൾ ഇമ്പ്രൂവിന് ബാത്റൂമിലൊക്കെ പോകാനുള്ള എങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കണേണ്ട ഈ വള്ളി കെട്ടണതിൻ്റെ ഇടയിൽ കൂടി. പിന്നെ ഇമ്പ്രൂവിന് ഇത് ജുബ്ബ ആദ്യം തല ഉടൽ ഫുള്ളും കയറ്റി 2 കൈ കയറ്റുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുത്തിത്തിരികി കയറ്റി. അപ്പോൾ അവിടെ ഒരാൾ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കണേ, എന്താണ് ഈ ഉടുപ്പിടുന്നത്, എപ്പോഴും യൂണിഫോമല്ലേ ഇടണമെന്നൊക്കെ ആലോചിച്ചാണ് തോന്നുന്നു അയറുമ്പാടെ നിൽക്കണത്. അപ്പോൾ ഇമ്പ്രൂവിന് ജുബ്ബയൊക്കെ ഇട്ട് ബട്ടൺസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അവനോട് മുടി ഇരിവെക്കാനായിട്ട് പറഞ്ഞിട്ട് മുടി ഇരാൻ വേണ്ടി പോകണം. ഒരാളവിടെ എപ്പോഴും നോക്കിക്കോണ്ടിരിക്കണേണ്ട. അയറുവിനെ ഞാൻ രാവിലെ അങ്ങനെ ഒരുക്കിയൊന്നും കൊണ്ടുപോകില്ല. വൈകുന്നേരം പോകുമ്പോൾ ഒന്ന് ഇത്തിരി ഒരുക്കും. അങ്ങനെയാണ് അയറുവിനെ കൊണ്ടുപോകണം. ഇമ്പ്രൂവിന് രാവിലെ തന്നെ സുന്ദരക്കുട്ടപ്പനായിട്ട് ഒരാൾ സ്പ്രേ അടിക്കുമ്പോഴേക്കും അടുത്ത ആൾ വരും കേട്ടോ. അത് വേറെ കാര്യം. മുടി ഇരാനും വരും. ഇപ്പം ഇമ്പ്രൂ മുടി ഇരാനായിട്ട് ചീപ്പ് എടുക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് തെന്നി. പിന്നെ ഇമ്പ്രൂ അപ്പുറത്തേക്ക് പോയപ്പോൾ അതിൻ്റെ പുറകെ പോയി. ഇമ്പ്രൂവും റെഡിയായി. ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ട് ബാഗ് ഇട്ട് ഇറങ്ങി. ഇമ്പ്രൂവിനെ വിളിച്ചിട്ടാണ് ഇമ്പ്രൂ അകത്തുനിന്ന് വന്നത്. ഇമ്പ്രൂ വെള്ള ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട് മാച്ച് ചെയ്ത്. വരുമ്പോൾ ഇതൊക്കെ എന്ത് കോലമൊന്നും കൂടി അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പോണ വഴിയിൽ എല്ലാ പിള്ളേരും എല്ലാ കുഞ്ഞുമക്കളും വലിയ മക്കളൊക്കെ വൈറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകണ്ടിട്ടാണ്. എന്നുവെച്ചാൽ ഉള്ളവർ വൈറ്റ് ഇട്ടാൽ മതി. UKG LKG നിർബന്ധമായിട്ടുണ്ടായിരുന്നു വൈറ്റ് ഇടണമെന്ന്. അപ്പോൾ ബാക്കിയുള്ള പിള്ളേരൊക്കെ വൈറ്റ് ഇട്ടുണ്ടായിട്ടാണ്. UKG LKG വേറെ സെക്ഷനാണ്. ബാക്കി 1ാം ക്ലാസ് തൊട്ട് വേറെ സെക്ഷനാണ്. അപ്പം എല്ലാ കുഞ്ഞുമക്കളും തൊപ്പിയും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പ്രൂവിന് കൂട്ടുകാരന് അമ്മ കൊടുത്തുവിടാന്നിട്ടുണ്ട്. തൊപ്പിയും റോസാപ്പും വേണമായിരുന്നു. അപ്പോൾ കൂട്ടുകാരൻ്റെ അമ്മ കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനിക്ക് ഞാൻ ടീച്ചറോട് കാര്യമൊക്കെ പറയണേന്ന് വെച്ചാൽ അവൻ്റെ ബാഗിലുണ്ടാവും എന്ന് അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബാഗിലുണ്ടാവും എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഞാൻ മേടിക്കാൻ ലോങ് പോയിക്കണായിരുന്നു. അപ്പോൾ കറക്റ്റ് വന്ന ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാരണം പിന്നെ അവരെന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം വൈകുന്നേരമായി. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു. ഞാനും അയറും കൂടി ഇമ്പുക്ക് അങ്ങനെ വിളിക്കാൻ പോണേണ്. ഇമ്പൂനെ വിളിക്കാൻ പോകുമ്പോൾ അയറു ചെരുപ്പിട്ടുണ്ടാ പോകണം. അപ്പോൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയാൽ ഇമ്പൂരിന് ഞാൻ ഇന്ന് സുന്ദരി കുട്ടിയായിട്ട് ചെറുതായിട്ടൊരു മുടിയൊക്കെ കെട്ടി കൊമ്പൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുമക്കളാകുമ്പോൾ നമുക്ക് പെമ്മക്കളാവുമ്പോൾ നമുക്ക് ഒരുക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ എല്ലാ കുഞ്ഞുമക്കളെ, വലുതായാലും ചെറുതായാലും. കുഞ്ഞുമക്കൾ ഉടുപ്പെടുക്കാനും നല്ല ഉത്സാഹമാണ്. ആണുങ്ങൾക്ക് എടുക്കണ പോലെ അല്ല പെൺപിള്ളേർക്ക്. അങ്ങനെ ഇമ്പ്രൂവിനെ വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഇമ്പ്രൂവിന് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗിഫ്റ്റ് ഇടുന്നിട്ട് ഇമ്പ്രൂ ആലോചിക്കണേണ്ട. വേറെ ഒന്നും അല്ല, ഇമ്പ്രൂവിന് 2 വാച്ച് മേടിച്ചാണ് കുറഞ്ഞത്. എന്നുവെച്ചാൽ സ്കൂളിൽ കെട്ടിക്കൊണ്ടുപോകാനായിട്ട്. അവനിക്ക് ഉള്ളത് നല്ല വാച്ചാണ്. അപ്പോൾ സ്കൂളിൽ അത് കെട്ടിക്കൊണ്ടുപോയി മുതലാവില്ല. അപ്പോൾ ഞാൻ അവനിക്ക് വേണ്ടി ഒരു വാച്ച് മേടിച്ചത്. അവനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് സംഭവം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.